എവിടെ വെച്ച് താലി കെട്ടിയാലും ആരറിഞ്ഞാലും ഇല്ലെങ്കിലും ഇവൾ എന്റെ മാത്രമാ, എന്റെ ജീവൻ. ആദിയുടെ ശബ്ദത്തിൽ പതിവില്ലാത്ത വിധം ശാന്തത നിറഞ്ഞു. അജു ആയിഷ അവനെ പേടിയോടെ നോക്കി നിൽപ്പാണ്. ദത്തനെ ഇനി ജീവനോട് ആരും കാണില്ലെന്ന് അവർക്ക് ഉറപ്പാണ്. ഒരു നിമിഷം ഇരുവരുടെയും നോട്ടം ആലിയുടെ നേരെ ചെന്നു നിന്നു. നിറവയറുമായി നിൽക്കുന്ന ഒരു പെണ്ണ്. അവൾ അനുഭവിക്കുന്ന വേദന അത് എത്രമാത്രമായിരിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. ഈ ഒരവസ്ഥയിൽ ഭർത്താവിന്റെ സ്നേഹവും കരുതലും ആഗ്രഹിക്കുമ്പോൾ അതൊന്നും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, മറ്റൊരു പെണ്ണിന് പുറകെ അവൻ നടക്കുകൂടി ചെയ്യുന്നു. ദത്തനെ ഇനി ആർക്കും ഒന്നിനും രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. ആദ്യമാണ് അവന് മുമ്പിൽ നിൽക്കുന്നത്. കാലന്റെ മറ്റൊരു പരിവേഷം അണിഞ്ഞവൻ. എന്റെ പെണ്ണിനെയാ നീ മറ്റൊരു കണ്ണിൽ നോക്കിയത്, ഇത്രയും കാലം വേദനിപ്പിച്ചത്. വെറുതെ വിടില്ല ഞാൻ നിന്നെ. മീരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദത്തന്റെ അരികിലേക്ക് ചെന്ന് അവന് കേൾക്കാൻ മാത്രമായാണ് ആദിയുടെ പറച്ചിൽ. ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രൂരതയും മൂർച്ചയുമെല്ലാം ദത്തന് വളരെ വ്യക്തമായി മനസ്സിലായി. അവനൊരു പകപ്പോടെ ആദിയെ നോക്കി. മറുത്തൊരു വാക്ക് പറയാൻ കഴിയാത്തതുപോലെ, ആ നോട്ടത്തിലും ക്രൗര്യത്തിനു മുന്നിൽ പതറിപ്പോകുന്നത് പോലെ. ഇവൾ അന്വേഷിച്ച് ആരിനി വരരുത്. ഒരു ബന്ധത്തിന്റെ പേരിൽ എന്റെ പെണ്ണിൽ അവകാശം പറയുന്നത് എനിക്ക് സഹിക്കില്ല. മീരക്ക് ആദ്യം മാത്രം മതി, എന്നും എപ്പോഴും. എല്ലാവരോടുമായി അത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്റെ നെഞ്ചോര മുഖം അമർത്തി നിൽക്കുന്ന അവൾ വാരിയെടുത്ത് മാൻഷനകത്തേക്ക് തന്നെ കയറി ആദി. ഗംഗയും ശബരിയും മാലിയും അടക്കം എന്തു പറയണം എന്ത് ചെയ്യണമെന്നും അറിയാത്ത അവസ്ഥയിൽ അവരെ നോക്കി നിന്നുപോയി. ബാക്കിയുള്ളവരുടെ ഞെട്ടൽ അപ്പോഴും വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. തന്റെ നെഞ്ചോരം ചാഞ്ഞു കിടക്കുന്ന കിളിക്കുഞ്ഞിനെ നേർത്തൊരു ചിരിയോടെ നോക്കിക്കൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി അവൻ. താഴെ പറഞ്ഞൊന്നും അവൾ കേട്ടില്ലെന്ന് തോന്നിപ്പോയവന് തന്നെ കണ്ട നിമിഷം മുതൽ അവളേതോ ലോകത്തെന്നതുപോലെയാണ്. താൻ അവളെ സംരക്ഷിക്കുമെന്ന അവളുടെ വിശ്വാസം, തന്നെയും മറികടന്ന് അവളെ ആരും ഒന്നും ചെയ്യില്ലെന്നുള്ള വിശ്വാസം. ആദിയുടെ ചുണ്ടിലെ പുഞ്ചിരിയുടെ മാറ്റേറി. അങ്ങേയറ്റം സ്വാർത്ഥനായിരുന്നു ആദിത്യവർമ്മ. അവളിൽ താനല്ലാതെ ആരുണ്ടാവരുതെന്ന സ്വാർത്ഥത. അവളുടെ ചിന്തകൾ പോലും തനിക്കുള്ളതാവണം. താനുണ്ടെങ്കിൽ അവൾ മറ്റാരെയും ഒന്നിനെയും കാണാൻ പാടില്ല. ആ സ്വാർത്ഥതയ്ക്ക്, ആ ഭ്രാന്തിന് അവനിട്ടിരിക്കുന്ന പേരാണ് പ്രണയം. ഈ ചെകുത്താന്റെ പ്രണയം. അവനൊരിക്കലും മീരയെ മാറാൻ അനുവദിക്കില്ല. പകരം അവളിൽ പ്രണയം നിറക്കും അവൻ. ഭ്രാന്തമായ തീവ്രമായ പ്രണയം. അപ്പു, കണ്ണു തുറക്കന്റെ കിളിക്കുഞ്ഞെ. ആദിയുടെ ശബ്ദം ആർദ്രമായി. തീവ്രമായ പ്രണയം ആ വാക്കുകളിൽ നിറഞ്ഞു. പേടിച്ചുപോയോ അപ്പു? എന്റെ കിളിക്കുഞ്ഞിനെ ഞാൻ വിട്ടുകളയെന്ന് കരുതിയോ? അതിന് മാത്രം ഇല്ലെന്നുള്ളതായിരുന്നു മറുപടി. ആദ്യം ഒന്ന് ചിരിച്ചുപോയി. എനിക്ക് അയാളെ പേടിയാ. എന്നെ നീ എന്റെ അപ്പു, എന്റെ മാത്രം. ആദിയുടെ പ്രാണനെ ആദ്യം ആർക്കും ഒന്നിനും വിട്ടുകൊടുക്കില്ല. നിന്നെ കൈവിടേണ്ട സാഹചര്യം വന്നാൽ അതിനൊന്നേ അർത്ഥമുള്ളൂ, ഈ ആദിത്യവർമ്മയുടെ ജീവൻ അവസാനിച്ചു എന്ന്. പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഞെട്ടിലോടെ മിഴികൾ ഉയർത്തി അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയവൾ. വെറുതെ അത്രയ്ക്ക് ഇഷ്ടാടി പെണ്ണേ എനിക്ക് നിന്നെ. ആദ്യം ഒന്ന് ചിരിച്ചു. മരണത്തിലായാലും നിന്നെ ഞാൻ തനിച്ചാക്കില്ല അപ്പു. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ പതിയെ പറഞ്ഞവൻ. മീരയുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. എനിക്ക് ഒരുപാട് കാലം ജീവിക്കാൻ തോന്നുക. പതിയെ അവനോടായി പറയുമ്പോൾ വിടർന്നു പോയ മിഴികളോടെ അവനെ ഒന്ന് നോക്കിയവൻ. എനിക്കൊപ്പമാണോ? എന്റെ മാത്രമായാണോ? എന്നെ വിട്ടു പോയില്ലല്ലോ. ആ നെഞ്ചിലേക്ക് തന്നെ മുഖം അമർത്തി വെച്ചവൾ. പോവാൻ എനിക്കൊരിടമില്ല. ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് തോന്നുക. എന്തിനോ വേണ്ടി അവളുടെ കണ്ണ് നിറഞ്ഞു. സ്നേഹം എന്തെന്ന് അറിഞ്ഞു തുടങ്ങിയവൾ. അത്രനാളും സ്നേഹത്തിന്റെ ഡെഫിനിഷൻ മറ്റെന്താണെന്ന് കരുതി വെച്ചവൾക്ക് തിരിച്ചറിവുകളുടെ പാഠമായിരുന്നവൻ. ആദ്യം അവളെ കൂടുതൽ തന്നിലേക്കായി ചേർത്ത് പിടിച്ചു. കാതിൽ അപ്പോഴും സത്യയുടെ വാക്കുകൾ മുഴങ്ങും പോലെ. സത്യങ്ങളെല്ലാം തിരിച്ചറിയുമ്പോ അവള് നിന്നെ വിട്ടു പോകും ആദി. സ്വന്തം അച്ഛനെയും അമ്മയെ ഇല്ലാതെയാക്കി അവൾ അനാഥയാക്കിയവന്റെ മകനായി നിന്നെ അവൾ പ്രണയിക്കുമെന്ന് കരുതുന്നുണ്ടോ? അവൾക്ക് 2 ഏട്ടന്മാരുണ്ടാതി. അവള് ജീവനോടെയുണ്ടെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയ 2 പേര്. അവരാ നിങ്ങളുടെ മഹൽ ഗ്രൂപ്പിന്റെ അടിത്തറ ഇളക്കിയത്. എന്നാൽ നീ നാശത്തിന്റെ വക്കിലായിരുന്ന മഹൽ ഗ്രൂപ്പിനെ ഏറ്റെടുത്ത് നീ വീണ്ടും ഉന്നതിയിലെത്തിച്ചു. നീ എന്താണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നവർ. ഇപ്പൊ അവര് നിന്നെ പഠിച്ചു കഴിഞ്ഞു. വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞു നിർത്തിയ സത്യയുടെ മുഖമോർക്കെ ആദിയുടെ മുഷ്ടി ചുരുണ്ടു. കൈകൾ ശക്തമായി അവളിൽ മുറുകി. യെസ്, ദി റിയൽ ഗെയിം സ്റ്റാർട്ട്സ് നൗ. ആദിയുടെ ചൂടിൽ സുഖമായ ഒരു ഉറക്കത്തിലായിരുന്നു മീര. അത്ര നേരം അനുഭവിച്ച ടെൻഷനൊക്കെ മറന്നുകൊണ്ടൊരു ഉറക്കം.
അവളെ പതിയെ തട്ടിക്കൊടുക്കുന്നുണ്ട് അവൻ. സത്യയിൽ നിന്നറിഞ്ഞ യാതൊരു കാര്യവും അവനെ സ്വാധീനിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ആരാരെ തകർത്താലും കൊന്നാലും അതൊന്നും ആദിത്യവർമ്മയെ ബാധിക്കില്ല. അതൊന്നും അവന്റെ വിഷയമല്ല. പക്ഷേ മീര, അവള് വെറുതെയെങ്കിലും തന്നിൽ നിന്ന് അകറ്റാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ക്ഷമിച്ചു കൊടുക്കില്ല അവൻ. കൊല്ലും. ആരാണെങ്കിലും കൊന്നുകളയും. ഇനിയെല്ലാം അറിയുമ്പോൾ അവളായിട്ട് അകലാൻ ശ്രമിച്ചാൽ. ഉള്ളിലേക്കായ ആ ചിന്ത കടന്നു വന്നതും ആദിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വന്നു. തീർത്തും വന്യമായ പുഞ്ചിരി. നിന്നെയും എനിക്ക് വേദനിപ്പിക്കേണ്ടി വരും അപ്പു. എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും നീ വേദനിക്കും. പതിയെ പറഞ്ഞുകൊണ്ട് അല്പം വിടർന്നു നിൽക്കുന്ന അവളുടെ അധരങ്ങളെ ഒന്നാകെ തന്റെ ചുണ്ടിനാൽ ഒപ്പിവിട്ടവൻ. ഓരോ നിമിഷവും അവളോടുള്ള മോഹം സിരകളിൽ ഒരഗ്നിയായി പടർന്നു കയറുന്നത് പോലെ സർവവും വിസ്മരിച്ചുകൊണ്ട് അവളിൽ ചേരാൻ തോന്നിപ്പോകുന്നു. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ചവൻ. ഉയർന്നു പോയ മിടിപ്പ് നേരെയാകുവോളം